വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ടായിട്ടാണ് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റെഫറൻസ് ടു ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻ യുവർ ഡോക്യുമെന്റ് ദാറ്റ് ക്യാൻ ബി ആഡഡ് യൂസിങ് ദ റെഫറൻസ് ടാബ് ഈസ് കോൾഡ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്? ഒന്നുകൂടെ നോക്കി. എ റെഫറൻസ് ടാബ് ടു ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. എന്താണ് റെഫറൻസ്? അല്ലെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷന്റെ റെഫറൻസ് എന്ത് ചെയ്യണം? നമ്മുടെ ഡോക്യുമെന്റിലേക്ക് ആഡ് ചെയ്യണം. ഏത് വഴി? റെഫറൻസ് ടാബ് വഴി നമുക്ക് ആഡ് ചെയ്യണം. ഡോക്യുമെന്റ് ആഡഡ് ടു ക്യാൻ ബി ആഡഡ് യൂസിങ് റെഫറൻസ് ടാബ്. റെഫറൻസ് ടാബ് വഴി ആഡ് ചെയ്യണം. അതിനെ നമ്മൾ എന്ത് പറയും? അതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി. എ റെഫറൻസ് ടു ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻ യുവർ ഡോക്യുമെന്റ് ദാറ്റ് ക്യാൻ ബി ആഡഡ് യൂസിങ് ദ റെഫറൻസ് ടാബ് ഈസ് കോൾഡ്. എന്താണെന്ന് പറയുന്നതാണ്. അതായത് റെഫറൻസ് ടാബ് വഴി യൂസ് ചെയ്യുന്ന റെഫറൻസ് ടാബ് യൂസ് ചെയ്ത് നമ്മൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നതിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻഡെക്സ്, ഓപ്ഷൻ ബി ഫൂട്ടർ, ഓപ്ഷൻ സി തീം ആൻഡ് ഓപ്ഷൻ ഡി സൈറ്റേഷൻ. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻഡെക്സ് എന്താ? ഇൻഡെക്സ് എന്താണ്? അതായത് നമ്മളൊരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുമല്ലോ ഇൻഡെക്സ്. നമ്മൾ ഏതൊക്കെ കണ്ടന്റ് ഉണ്ട്, അത് ഏതൊക്കെ പേജ് ആണെന്ന് കാണിക്കുന്നതാണ് എന്ത്? ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റെഫറൻസ് ആണോ? അല്ല. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ല. സോ കട്ട്. ദെൻ ഫൂട്ടർ. ഫൂട്ടർ എന്താ? നമ്മൾ ഒരു പേജിന്റെ എൻഡിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പേജ് നമ്പറോ ഡേറ്റോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫൂട്ടർ. സോ ഇതും നമ്മുടെ ആൻസർ അല്ല. നെക്സ്റ്റ് തീം. തീം എന്താ അറിയാലോ? ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ കളറും കോമ്പിനേഷനും ഒക്കെ വരുന്നതാണ് തീം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു റെഫറൻസ് ആണോ? നെവർ. സോ ഇതുമല്ല. അപ്പൊ പിന്നെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സൈറ്റേഷൻ. സൈറ്റേഷൻ ഈസ് അവർ ആൻസർ. എന്തുകൊണ്ടാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്? സൈറ്റേഷൻ ആണ് പറയുന്നത് നമ്മൾ റെഫറൻസിന് ഉപയോഗിക്കുന്ന സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അത് എവിടെ നിന്ന് എടുത്തു, ബുക്കോ ഏതാ എന്ന് കാണിക്കുന്നതിനെ പറയുന്ന പേരാ എന്താ? സൈറ്റേഷൻ. ഇത് സൈറ്റേഷൻ നമ്മൾ ഏത് വഴിയാണ് എടുക്കുന്നേ? സൈറ്റേഷൻ ഏത് വഴിയാണ് എടുക്കുന്നേ? നമ്മൾ റെഫറൻസ് ടാബിൽ പോകുന്നു. ഹോദാണ്ട് ഗ്രൂപ്പ് കണ്ടോ? ഗ്രൂപ്പ് ഓഫ് റെഫറൻസ് ടാബിൽ പോകുന്നു. നേരെ എവിടെയാ വരുന്നേ? ദാ സൈറ്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് കണ്ട ഇൻസേർട്ട് സൈറ്റേഷൻ. ആ ഗ്രൂപ്പിനകത്ത് എന്തുണ്ട്? ഇൻസേർട്ട് സൈറ്റേഷൻ എന്ന് പറയുന്നതുണ്ട്. അപ്പൊ റെഫറൻസ് ടാബ് സൈറ്റേഷൻ ഇപ്പൊ എവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ ചോദിക്കുമ്പോൾ ഓർക്കുക, റെഫറൻസ് ടാബിൽ നിന്നാണ് സൈറ്റേഷൻ എടുക്കുന്നത്. സൈറ്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതിനകത്ത് എന്താണ്? നമുക്ക് സൈറ്റേഷൻ, നമ്മുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കാണിക്കുന്നതിനുള്ള ഭാഗമാണ് ഇത് സൈറ്റേഷൻ. അതിവിടെ ഉണ്ട്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കൺട്രോൾ എച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു പെർഫോം. എന്താണ് കൺട്രോൾ എച്ച്? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് കട്ട് ആണ്. ചോദിച്ച രീതി കുറച്ചുകൂടി ഡിഫറെന്റ് ആക്കിയേ ഉള്ളൂ. കൺട്രോൾ എച്ച് എന്തിനു ഉപയോഗിക്കുന്നു? ദ ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു പെർഫോം കൺട്രോൾ എച്ച് എന്തിനാണ്? ഓപ്ഷൻ എ ഓപ്പൺ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് വിത്ത് ഹൈപ്പർ ലിങ്ക്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്പൺ ആവുമെന്ന് ഉറപ്പായി. എങ്ങനെയാണ്? കൺട്രോൾ എച്ച് പ്രസ് ചെയ്യുമ്പോൾ. കൺട്രോൾ എച്ച് പ്രസ് ചെയ്യുമ്പോൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്തായാലും ഓപ്പൺ ആവുമെന്ന് ഉറപ്പായി. അപ്പൊ അതിൽ ഏതായിരിക്കും ഹൈപ്പർ വിത്ത് ഏതാണ് വരുന്നത്? വിത്ത് ഹൈപ്പർ ലിങ്ക് ടാബ് കൂടെ ഓപ്പൺ ആയിട്ട് വരുമോ? ഒന്ന്. ഓപ്ഷൻ ബി ഓപ്പൺ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് വിത്ത് റീപ്ലേസ് ടാബ്. റീപ്ലേസ് ടാബ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ടാണ് ഓപ്പൺ ആയി വരുന്നത്. ടാബ് ആയിട്ടാണ് വരുന്നത്. ഓപ്ഷൻ ബി ആയിട്ട് തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ഓപ്പൺ ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് വിത്ത് ഹൈപ്പർ ലിങ്ക് ടാബ്. ഹൈപ്പർ ലിങ്ക് ടാബ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ആണോ? ദ ലാസ്റ്റ് വൺ ഈസ് ഓപ്പൺ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് വിത്ത് ഗോ ടു ടാബ്. ഇതിൽ ഏതാ ഓപ്പൺ ആയിട്ട് വരുന്നത്? എന്തായാലും കൺട്രോൾ എച്ച് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണെന്ന് അറിയാം നമുക്ക്. കൺട്രോൾ എച്ച് നമ്മൾ ഒരുപാട് തവണ പ്രീ ആയിട്ട് പഠിച്ചതുകൊണ്ട് തന്നെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണെന്ന് പറയാം. അപ്പൊ സോ നമ്മുടെ സി ഓൾറെഡി നമുക്ക് അങ്ങ് കട്ട് ചെയ്യാം. കാരണം അത് ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് അല്ല നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ അത് നമ്മൾ ആദ്യമേ അങ്ങ് കട്ട് ചെയ്തു. ദെൻ 3 ഓപ്ഷൻ ഉണ്ട്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്പൺ ആവും കൺട്രോൾ എച്ച്. അതിന്റെ കൂടെ ഏത് ടാബാണായിരിക്കും ഓപ്പൺ ആയി വരുന്നത്? ഹൈപ്പർ ലിങ്ക് ടാബ് ആണോ? റീപ്ലേസ് ടാബ് ആണോ? ദെൻ ഏതാ ലാസ്റ്റ് വൺ? ഗോ ടു ടാബ് ആണോ? ഏതായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്? ഒന്ന് ഓർത്ത് നോക്കി. ഏതായിരിക്കും നിങ്ങളുടെ ഫൈൻഡ് ആൻഡ് റീപ്ലേസിന്റെ കൂടെ ഓപ്പൺ ആയിട്ട് വരുന്നത്? ഏതായിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്? പേരിൽ തന്നെ ഓർക്കുക അല്ലേ? ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. അപ്പൊ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യണമെങ്കിൽ ആ ഒരു ടാബ് കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റൂ? റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഓപ്പൺ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എടുത്തു.
കൺട്രോൾ എച്ച് കൊടുത്തു, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ടാബ് ഓപ്പൺ ആയി. അപ്പൊ അതിന്റെ കൂടെ എന്ത് പറയണം, റീപ്ലേസ് ഉണ്ടല്ലേ, നമ്മൾ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ചു. പക്ഷെ അത് റീപ്ലേസ് വിത്ത് എന്താണ്, ഏത് വേർഡുമായിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൊടുക്കണ്ടേ. അതിനാണ് എന്ത് പറയുന്നത്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ടാബ് വിത്ത് റീപ്ലേസ് ടാബ് കൂടെ അതിനകത്ത് ആഡ് ആയിട്ട് വരുന്നത്. നോക്കി കണ്ടോ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്പൺ ആയി. അപ്പോൾ ഫൈൻഡ് ചെയ്ത റീപ്ലേസിനെ ഫൈൻഡ് ചെയ്യണം, ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ട്. റീപ്ലേസ് ചെയ്യണം, ഏതാണ് അതിൻ്റെ അടുത്ത് ആ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുകൂടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ ആണ്, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ദ ടേം ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് ആർ റിലേറ്റഡ് വിത്ത്. എന്താടാ പറയുന്നത്, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റിനെയും പറയുന്ന പേരെന്താ? എന്താ നമ്മൾ പറയുന്നത്, ഒരുപാട് തവണയായി പഠിച്ചതല്ലേ, ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. എന്താണ് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും എന്ന് പറയുന്നത്? എന്താണ്? ഓപ്ഷൻ എ പേജ് ഓറിയന്റേഷൻ, ഓപ്ഷൻ ബി ലേ ഔട്ട്, ഓപ്ഷൻ സി പേജ് ടൈപ്പ് ആൻഡ് ഓപ്ഷൻ ഡി മാർജിൻ. ഇതിൽ ഏതാണ് ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് എന്ന് പറയുന്നത്? എന്താണ്? നമുക്കറിയാം അല്ലേ, എല്ലാവർക്കും ഫെമിലിയർ ആയല്ലേ, പഠിച്ച് എന്താണത്, പേജ് ഓറിയന്റേഷൻ ആണ്. പേജ് ഓറിയന്റേഷൻ ക്ലിയർ അല്ലേ? കാര്യം എന്താ, നമ്മുടെ പേജ് നമുക്ക് എങ്ങനെ കാണണം, ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, പേജ് ഓറിയന്റേഷൻ. നമുക്ക് രണ്ട് ഓറിയന്റേഷൻസേ ഉള്ളൂ, അത് ഏതൊക്കെയാണ്, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും. ക്ലിയർ ആണോ? സിമ്പിൾ ആണല്ലേ, എത്ര തവണയല്ലേ ഈ ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷോർട്ട് കട്ട് കീ കൺട്രോൾ ഓൾട്ട് വി ഈസ് യൂസ്ഡ് ഫോർ. എപ്പോഴും എന്താ പറയാ, കൺട്രോൾ സി, കൺട്രോൾ വി, കൺട്രോൾ എക്സ്, കൺട്രോൾ ഇ, കൺട്രോൾ ജെ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം കുറച്ചുകൂടി ഒന്ന് കയറ്റി ചോദിച്ചതാ. എന്താ ഓൾട്ട് കൺട്രോൾ വി? ഓൾട്ട് കൺട്രോൾ വി എന്താണ്? ഏത് ഓപ്പൺ ആയി വരും? ഓൾട്ട് കൺട്രോൾ വി എന്ന് പ്രസ് ചെയ്താൽ ഏത് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും? ഓപ്ഷൻ എ പേജ് സെറ്റപ്പ്, ഓപ്ഷൻ ബി പേജ് സ്പെഷ്യൽ, ഓപ്ഷൻ സി സ്റ്റൈൽ ആൻഡ് ഓപ്ഷൻ ഡി ഫോർമാറ്റ് പെയിന്റർ. ഇതിൽ ഏതാടാ ഓൾട്ട് കൺട്രോൾ വി കൊടുത്ത ഓപ്പൺ ആയിട്ട് വരുന്നേ? കൺട്രോൾ വി എന്ത് ഓപ്പൺ ആവും? ഓർത്ത് നോക്കൂ, കൺട്രോൾ പ്ലസ് വി എന്ത് ഓപ്പൺ ആവും? ഒന്ന് ഓർത്ത് നോക്കിയേ, കൺട്രോൾ പ്ലസ് വി മാത്രം. കൺട്രോൾ പ്ലസ് വി എന്ത് ഓപ്പൺ ആവുമടാ? ഓർത്ത് നോക്കിയേ, എന്താണ് ഓപ്പൺ ആവുന്നത്? പേസ്റ്റ് അല്ലേ. അപ്പൊ അതിന്റെ കൂടെ ഒരു ഓൾട്ട് കൂടെ വന്നാലോ? അതിന്റെ കൂടെ ഒരു ഓൾട്ട് കൂടെ വന്നാൽ എന്ത് ഓപ്പൺ ആവും? ഓൾട്ട് കൺട്രോൾ വി കൂടെ ആയാൽ എന്ത് ഓപ്പൺ ആവും? പേസ്റ്റ് സ്പെഷ്യൽ അല്ലേ. പേസ്റ്റ് സ്പെഷ്യൽ ആണ് ഓൾട്ട് കൺട്രോൾ വി എന്ന് പറയുന്നത്. എന്താണ്? പേസ്റ്റ് സ്പെഷ്യൽ ആണ്. നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക, കൺട്രോൾ പ്ലസ് വി എന്ന് പറയുന്നത് എന്താണ്? പേസ്റ്റ് ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഓൾട്ട് കൂടെ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പേസ്റ്റ് സ്പെഷ്യൽ കിട്ടും അല്ലേ. പേസ്റ്റ് സ്പെഷ്യൽ എന്താണ്? നമുക്ക് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യാം, ഹൈപ്പർ ലിങ്ക് പേസ്റ്റ് ചെയ്യാം, പിക്ചർ ആയിട്ട് പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് സ്പെഷ്യൽ ഓപ്ഷൻസിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. സോ പേസ്റ്റ് സ്പെഷ്യലിന്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്? ഓൾട്ട് കൺട്രോൾ വി ആണ്. അപ്പൊ ഈ ഓൾട്ട് കൺട്രോൾ സി എന്താണ് ഓൾട്ട് കൺട്രോൾ സി എന്ന് പറയുന്നത്? അത് പേസ്റ്റ് സ്പെഷ്യൽ ആണ്. എങ്ങനെയാണ്? ഓൾട്ട് കൺട്രോൾ സി പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പി ആവും, ഓൾട്ട് കൺട്രോൾ വി കൊടുത്താൽ അത് എന്താവും? പേസ്റ്റ് ആവും. അപ്പൊ ഇത് രണ്ടും പേസ്റ്റ് സ്പെഷ്യൽ ഓപ്പൺ ആവുന്നത് തന്നെയാണ്. എങ്കിലും എന്താണ് ഓർത്ത് വെക്കുക, കൺട്രോൾ പ്ലസ് വി കോപ്പി പേസ്റ്റ് ആണ്. അതിന്റെ ഫ്രണ്ടിൽ ഓൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതാവും? പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Excel function used to count cells containing any information including error value. എന്താണ്? നോക്കിയേ, the Excel function used to count cells ആണ് അല്ലേ. സെൽസ് കൗണ്ട് ചെയ്യണം. എങ്ങനെയുള്ള സെൽസ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്? കണ്ടെയ്നിങ് എനി ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് എറർ വാല്യൂ. എറർ വാല്യൂ കൂടെ ഉള്ള, എറർ വാല്യൂ ആയിരുന്നാലും കുഴപ്പമില്ല, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെൽസ് കൗണ്ട് ചെയ്യുന്നതിന് ഏത് ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കൗണ്ട് എ, ഓപ്ഷൻ ബി കൗണ്ട് ഇഫ്, ഓപ്ഷൻ സി കൗണ്ട് ബ്ലാങ്ക് ആൻഡ് ഓപ്ഷൻ ഡി കൗണ്ട്. അപ്പൊ ഇതിൽ ഏത് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് എറർ വാല്യൂ ഉള്ളത് ആയിരിക്കണം കൗണ്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? കൗണ്ട് ആണ് അല്ലേ. അപ്പൊ ഈ കൗണ്ട് എന്താ? കൗണ്ട് എന്ന് പറഞ്ഞാൽ കൗണ്ട് ആൾ ആണല്ലേ. വാല്യൂ ഉള്ള മീൻസ് ലോജിക്കൽ വാല്യൂ ഉള്ളതായാലും കുഴപ്പമില്ല. മീൻസ് അതിനകത്ത് എം ടി അല്ലാത്ത എല്ലാ സെൽസും കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? കൗണ്ട് എ. അതായത് കൗണ്ട് ഓൾ എന്ന് പറയുന്നത് എം ടി അല്ലാത്ത സെൽസ് എല്ലാം കൗണ്ട് ചെയ്യും. കൗണ്ട് ഇഫ് എന്താണ്? ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം അല്ലേ. ഫോർ എക്സാമ്പിൾ 60% മാർക്കിന് മേലെ വാങ്ങിച്ചവരെല്ലാവരും എന്ത് ചെയ്തു? പാസ്. 60-ന് താഴെ എന്തേ മാർക്ക് വാങ്ങിച്ചവരൊക്കെ ഫെയിൽ. അതെന്താണ്? ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യണം അല്ലേ. അതിനെയാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്? കൗണ്ട് ഇഫ് എന്ന് പറയുന്നത്. കൗണ്ട് ബ്ലാങ്ക് എന്താണ്? എം ടി സെൽസ് എല്ലാം കൗണ്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? കൗണ്ട് ബ്ലാങ്ക്.
ഇപ്പൊ കൗണ്ട് ഏതാണ്? നമുക്ക് വാല്യൂസ് അല്ലെ, സെൽസ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് എറർ ആയിരുന്നാലും കുഴപ്പമില്ല, നമ്പർ വാല്യൂ ഉള്ളതെല്ലാം കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കൗണ്ട് ചെയ്യും, പക്ഷെ എന്താ ബ്ലാങ്ക് എം ടി സെൽസ് ഒഴിച്ച് എല്ലാം കൗണ്ട് ചെയ്യുന്നത് ഏതാണ്? കൗണ്ട് എ. ദെൻ കൗണ്ട് ഇഫ് എന്താണ്? സ്പെസിഫിക് കണ്ടീഷൻ മീൻസ് മീറ്റ് ചെയ്യണം അല്ലേ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാസ് ഓർ ഫെയിൽ, ഇതെല്ലാം കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? കൗണ്ട് ഇഫ് എന്ന് പറയുന്നത്. കൗണ്ട് ബ്ലാങ്ക് എന്താ? എം ടി സെൽസ് കൗണ്ട് ചെയ്യുക. ദെൻ കൗണ്ട് എന്താ? വാല്യൂസ് ഉള്ളതെല്ലാം കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് എറർ ആയാലും കുഴപ്പമില്ല, പക്ഷെ നമ്പർ വാല്യൂ ഉള്ളത് കൗണ്ട് ചെയ്യുന്നതാണ് ഏത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how can we maintain the original cell reference when we copy a formula? എന്താ ക്വസ്റ്റ്യൻ? how can we maintain, നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം the original cell reference അല്ലെ, ഒറിജിനൽ സെൽ റെഫറൻസ് എങ്ങനെ? when we copy a formula, നമ്മളൊരു ഫോർമുല കോപ്പി ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അത് ഒറിജിനൽ സെൽ റെഫറൻസ് അതുപോലെ തന്നെ നിൽക്കണം. സാധാരണ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ഡ്രാഗ് ചെയ്ത് 1, 2 എഴുതി നമ്മൾ ഡ്രാഗ് ചെയ്ത് എന്താവും? 3, 4, 5 അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും വരുന്നത് അല്ലേ? ഇപ്പൊ എ ബി സെൽ എടുത്തു കഴിഞ്ഞാൽ എന്താ? ബി സി, പിന്നെ നെക്സ്റ്റ് ഡൗൺ ആയിട്ട് അങ്ങ് മാറിപ്പോവും. അപ്പൊ എന്താ? സെൽ അല്ലെങ്കിൽ റോ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ നമ്മൾ ഏത് സിമ്പൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളെ സെൽസ് താഴേക്ക്, അത് ഡൗൺ അടുത്ത നെക്സ്റ്റിലേക്ക് പോകാതെ കറക്റ്റ് അതിൽ തന്നെ ഒറിജിനൽ വാല്യൂ അങ്ങനെ തന്നെ നിൽക്കുന്നതിലേക്ക് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? അത് കൗണ്ട് നമ്മൾ എന്ത് അബ്സല്യൂട്ട് ആയിട്ട് മീൻസ് അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് അല്ലെ, മാറാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ പുട്ട് എ ഡോളർ സൈൻ ബിഫോർ ദ സെൽ റോ ഓർ കോളം. നമ്മളിപ്പോൾ എന്താണ്, ഒരു എ എന്നിട്ടു, എന്നിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഡോളർ ഇട്ടിട്ട് 1 ഇട്ട്, അപ്പോൾ ഇവിടെ എന്താവും? ഇങ്ങനെ തന്നെ കാണിക്കും അല്ലേ, എ കാണിക്കും, പക്ഷേ ഇവിടെ എന്താവും? 2 ആവും. ഇങ്ങനെ മാറി പോവും. അതായത് ഇവിടെ 1, 2, 3 മാറി. ഈ മാറാതിരിക്കാൻ നമ്മൾ ഏത് ഫോർമുല, ഏത് സിമ്പിൾ ഉപയോഗിക്കണം? ആദ്യത്തെ നമ്മൾ ഡോളർ കൊടുത്തു, മാറുമോ? സെക്കൻഡ് #, കൊടുത്തു A1 എന്ന് കൊടുത്തു. അങ്ങനെയാണോ നമ്മൾ സെല്ല് ലോക്ക് ചെയ്യുന്നത്? ദെൻ മൂന്നാമത് പുട്ട് ഡോളർ സൈൻ ആഫ്റ്റർ. ഇപ്പൊ സെല്ലിന് ഇപ്പൊ എ എഴുതിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡോളർ സൈൻ കൊടുക്കേണ്ടത്. അങ്ങനെയാണോ? ദ ലാസ്റ്റ് എന്താ? പുട്ട് #, ആഫ്റ്റർ ദ സെൽ റോ. ഇതിന് ശേഷമാണോ? എങ്ങനെയാണ്? എക്ക് ശേഷമാണോ ഈ #, കൊടുക്കേണ്ടത്? എങ്ങനെയാണെന്നാണ് ചോദ്യം. നമ്മൾ ഏതായിരിക്കും സെൽ ലോക്ക് ചെയ്യാൻ കൊടുക്കുന്നത്? എന്താണ്? ഏത് സിമ്പിളാണ്? ഡോളർ സൈൻ ആണ്. പക്ഷെ അത് എവിടെയാണ് കൊടുക്കുന്നത്? പുട്ട് എ ഡോളർ സൈൻ ബിഫോർ ദ സെൽ റോ ഓർ കോളം. ദിസ് ഈസ് അവർ ആൻസർ. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു ഡോളർ സൈൻ കൊടുക്കുക, എന്നിട്ട് ദെൻ എ എഴുതിയാൽ ഈ സെല്ല് ലോക്കായി. വീണ്ടും നമ്മൾ ഒരു ഡോളർ സൈൻ കൊടുത്തു, 1 ഇട്ടാൽ എന്തായി? റോയും കോളവും ലോക്കായി. അപ്പൊ അത് നമ്മൾ എവിടെ കോപ്പി ചെയ്താൽ അതെങ്ങനെ തന്നെ നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും, ഒറിജിനൽ വാല്യൂ മാറത്തില്ല. ക്ലിയർ ആയി? കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് മൈൻഡിൽ തങ്ങത്തുള്ളൂ. ഓർക്കുക, സെല്ല് ലോക്ക് ചെയ്യാനെന്നൊന്ന് ഓർക്കുക. സെല്ല് ലോക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് അതിന്റെ വാല്യൂ മാറാതെ നമ്മൾ ലോക്ക് ചെയ്യുന്ന സിമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഡോളർ സൈൻ ആണ്. ഡോളർ സൈൻ എവിടെ ഇടണം? ആദ്യം നമ്മൾ ഡോളർ സൈൻ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ ഡോളർ സൈൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ സെൽ അല്ലെങ്കിൽ റോ അല്ലെങ്കിൽ കോളത്തിന്റെ നമ്പർ കൊടുക്കേണ്ടത്. അത് ഓർത്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇത് അബ്സല്യൂട്ട് ലോക്ക് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇല്ലാതെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് വാല്യൂല് ചേഞ്ചസ് വരും. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ക്യാൻ വി സെറ്റ് പേജ് ബോർഡർ ഇൻ MS Excel? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എങ്ങനെയാണ് എക്സലില് പേജ് ബോർഡർ സെറ്റ് ചെയ്യുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ എങ്ങനെയാണ് എക്സലില് പേജ് ബോർഡർ സെറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഓക്കെ. ഓപ്ഷൻ എ ഫോർമാറ്റ് സെൽ, ബോർഡർ ടാബ്. ഓപ്ഷൻ ബി ഡ്രോയിങ് ടൂൾ ബാർ, ലൈൻ സ്റ്റൈൽ. ദെൻ ഓപ്ഷൻ സി ഫോർമാറ്റ് സെൽ, പാറ്റേൺ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ഏതായിരിക്കും പേജ് ബോർഡറിന് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതായിരിക്കും? എടാ ഓർക്കുക, എക്സൽ ഷീറ്റിന് പേജ് ബോർഡർ ഇല്ല. സോ അവർ ആൻസർ എന്തായിരിക്കും? നൺ ഓഫ് ദിസ്. പേജ് ബോർഡർ കൊടുക്കാൻ പറ്റുന്നത് ഏതിന് മാത്രമാണ്? വേർഡിനാണ് മാത്രം അല്ലെ. വേർഡിന് മാത്രമേ നമുക്ക് ബോർഡർ ആൻഡ് ഷെയ്ഡിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എക്സലിന് എന്തുകൊണ്ടാണ് പറ്റാത്ത? എക്സൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വർക്ക് ബുക്ക് ആണല്ലേ, വർക്ക് ഷീറ്റ് ആണ്. അതിന് നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? സെൽ ബോർഡർ മാത്രമേ
കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സെൽ ബോർഡർ എക്സലിൽ നമുക്ക് സെല്ലിന് ബോർഡർ കൊടുക്കാം, എന്നാൽ എൻറ്റയർ ഷീറ്റിന് നമുക്ക് ബോർഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പേജിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോ അവർ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് ആണ് അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? എക്സലിന് ബാധകമല്ല. നമുക്ക് എക്സലിന് ബോർഡർ കൊടുക്കാം, എക്സൽ ഷീറ്റിന് ബോർഡർ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Excel, the most suitable chart used for comparing different categories of values. നമ്മൾ കാറ്റഗറീസും ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വാല്യൂ നമുക്ക് കമ്പയർ ചെയ്യാൻ എക്സലിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രാഫ് ഏതെന്നാണ് ചോദ്യം. ഏത് ചാർട്ടാണ് അല്ലെങ്കിൽ മീൻസ് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്? പൈ ചാർട്ട്, ഗ്രാഫ്, കോളം ചാർട്ട്, ലൈൻ ചാർട്ട്. ഇതിൽ ഏത് ചാർട്ടായിരിക്കും ഉപയോഗിക്കുന്നത്? ലൈൻ ചാർട്ടാണോ, പൈ ചാർട്ടാണോ, ഗ്രാഫ് ആണോ, ദെൻ കോളം ചാർട്ടാണോ? ഇതിൽ ഏതായിരിക്കും? കമ്പയറിംഗ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വാല്യൂ ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ കമ്പയർ ചെയ്യും? ഒന്ന് ഓർത്ത് നോക്കിയേ, ഏത് ചാർട്ടായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ ആവുക? പൈ ആണ്. അപ്പൊ മൊത്തത്തിലാണ്, റൗണ്ട് ചെയ്യുന്നതാണ്. അതിനെന്താ? മൊത്തത്തിന് ഹോളിനെ സബ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഗ്രാഫ് ഇങ്ങനെ കയറിയും തിരിഞ്ഞും നിൽക്കുന്നതാണ്. ദെൻ കോളം ചാർട്ട്, കോളം മീൻസ് കോളം നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കൂടുതൽ ഏത് കുറവ് നമുക്ക് ഇങ്ങനെ ഇയർ വിത്ത് കാറ്റഗറിയും വാല്യൂയും കമ്പയർ ചെയ്യാം. ദെൻ ലാസ്റ്റ് ലൈൻ ചാർട്ട്. ഇതിൽ ഏത് ചാർട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഏതാണെടാ? നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോളം ചാർട്ടാണ് അല്ലേ. കോളം ചാർട്ട്, കോളമായിട്ടല്ലേ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് കമ്പയർ ചെയ്യണമെങ്കിൽ ഏത് വേണം? കോളം ചാർട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ക്ലിയർ ആണ്? ഇപ്പൊ ഓർക്കുക, കമ്പയറിംഗ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വാല്യൂ കമ്പയർ ചെയ്യാൻ ഏത് ഉപയോഗിക്കുന്നു? കോളം ചാർട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While creating an Excel file, there will be sheet by default. എത്ര ഡിഫോൾട്ട് ഷീറ്റ് കാണും? എടാ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യാണ്. എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര ഷീറ്റാണ് അതിൽ ഡിഫോൾട്ട് ആയിട്ട് കാണുന്നത്? ഒന്ന് ഓർത്ത് നോക്കി, എത്ര ഷീറ്റ് കാണുമെന്ന്. ഒന്നാണ്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ 2, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1 ആൻഡ് ഓപ്ഷൻ ഡി 6. എത്ര എണ്ണം കാണും? എക്സലിൽ നമ്മൾ വർക്ക് ബുക്ക് ഓൺ ചെയ്യുമ്പോൾ എത്ര ഷീറ്റാണ് നമുക്ക് കാണുന്നത്? ഡിഫോൾട്ട് ആയിട്ട് എത്ര ഷീറ്റ് കാണൂടാ? ഡിഫോൾട്ട് ആയിട്ട് അവർക്ക് 3 ഷീറ്റ്സ് ആണ് അല്ലേ. 3 ഷീറ്റ്സ് നമ്മൾ ഓർക്കുവാണ്. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 3 എണ്ണം കാണും. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ. എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ 3 ഷീറ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആണ്? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ തന്നെ നമ്മുടെ മൈൻഡിൽ തങ്ങേണ്ടതാണ്. ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വിൻഡോ ഓർക്കുക. വിൻഡോയുടെ താഴെ ലെഫ്റ്റ് ഹാൻഡ് ഓർക്കുക. അവിടെ എന്താ ഷീറ്റിൽ എന്താ ഷീറ്റ് 3 ഷീറ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും അല്ലെ. ഷീറ്റ് 1, 2, 3 എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് തന്നെയാണ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് കാണാൻ പറ്റുന്ന എത്ര ഷീറ്റ് ആണെന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ്. മൈൻഡിൽ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒരു സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Choose the steps to delete a sheet in MS Excel 2007 from the following. എങ്ങനെയാണ് ഷീറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്? എക്സലിൽ എങ്ങനെ ഷീറ്റ് ഡിലീറ്റ് ചെയ്യാം? ഓപ്ഷൻ എ എഡിറ്റ് ഡിലീറ്റ് ഷീറ്റ്, ഓപ്ഷൻ ബി ഹോം ഡിലീറ്റ് ഷീറ്റ്, ഓപ്ഷൻ സി ഫോർമാറ്റ് ഷീറ്റ് ഹൈഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എങ്ങനെയാണ് ഷീറ്റ് ഡിലീറ്റ് ചെയ്യുന്നതാണ്? സ്വാഭാവികമായിട്ട് ഷീറ്റ് നമ്മൾ എവിടെ പോയി ഡിലീറ്റ് ചെയ്യും? ബേസ് ഫസ്റ്റ് ടാബ് അല്ലേ, ഹോം ടാബിൽ പോകും. എന്നിട്ട് എന്താ? ഡിലീറ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഡിലീറ്റ് ഷീറ്റ് അങ്ങ് സെലക്ട് ചെയ്യും. സോ അവർ ആൻസർ ഈസ് ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹോം ടാബ് ഡിലീറ്റ് ഷീറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A formula that can perform multiple calculation on one or two more items in an array. അതായത് ഒരു ഇതിനകത്ത് തന്നെ നമുക്ക് 2-3 ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ്, ഒരു അറേക്കകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ കാണുമേ, ചെയ്യാൻ പറ്റുന്നതിനെ എന്താണ് പറയുന്നത്? എ ഫോർമുല ദാറ്റ് ക്യാൻ പെർഫോം മൾട്ടിപ്പിൾ കാൽക്കുലേഷൻസ് ഓൺ 1 or more items in an array. ഒരു അറേക്കകത്ത് എത്ര ഒന്നിൽ കൂടുതലോ ഫോർമുലാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ അറേ ഫോർമുല, ഓപ്ഷൻ ബി കോംപ്ലക്സ് ഫോർമുല, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ഫോർമുല ആൻഡ് ഓപ്ഷൻ ഡി മൾട്ടിപ്പിൾ കാൽക്കുലേഷൻസ് ആർ നോട്ട് പോസിബിൾ. അങ്ങനെയാണോ? നമ്മൾ ഓപ്ഷൻ എന്ത് പറഞ്ഞു? അറേ ഫോർമുല, അറേ ആയിട്ട് മീൻസ് അറകളായിട്ടൊന്ന് തിരിക്കുക എന്ന് മനസ്സിൽ ഓർക്കുക. ദെൻ കോംപ്ലക്സ് ആണെന്ന് പറയുന്നു, ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഫോർമുലകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇതിനകത്ത് തന്നെ 2-3 ഫോർമുല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോംപ്ലക്സ് ഫോർമുല എന്ന് പറയും ആണോ? ദെൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നു. ലാസ്റ്റ് ഉണ്ടെന്ന് അങ്ങനെ ഒരു കാൽക്കുലേഷൻ സാധ്യമല്ല എന്ന് പറയുന്നു. നമ്മുടെ ഉത്തരം ഏതാണെടാ? അറേ ഫോർമുല. ഇറ്റ്സ് അവർ ആൻസർ ഈസ് അറേ ഫോർമുല. കാരണം അറേ ഫോർമുല എന്ന് പറയാൻ കാര്യം ഒരു റോസ് മീൻസ് അറേ ആയിട്ട് ക്ലീൻ നമുക്ക് എന്ത് ചെയ്യാം, 1-2-3 നമുക്ക് ഫോർമുലാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്? അറേ ഫോർമുല എന്ന് പറയുന്നത്.
ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് MS Excel വർക്ക് ബുക്ക് ഈസ്. ഫയൽ എക്സ്റ്റൻഷൻ എന്താണെടാ? മൈക്രോസോഫ്റ്റ് 2007 ഫയൽ എക്സ്റ്റൻഷൻ എന്താണ്? ഓപ്ഷൻ എ XLS, ഓപ്ഷൻ ബി XLSX, ഓപ്ഷൻ സി DOC ആൻഡ് ഓപ്ഷൻ ഡി XLSW. ഇതിൽ ഏതാണ് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഒരുപാട് ടൈമൊന്നും കളയാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താ? XLSX അല്ലേ? എക്സ് എന്താണ്? എക്സ്റ്റൻഷൻ ആണല്ലേ? നമ്മൾ ഡോക്ക് പഠിച്ചപ്പോഴും പറഞ്ഞല്ലേ, DOCX ആണ്, .DOCX ആണെന്ന് പറയുന്ന വേർഡിന്റെ എന്ന് പറയുന്നത്. പവർ പോയിന്റ് PPTX ആണല്ലേ? PPTX ആണ്, .PPTX ആണ് പവർ പോയിന്റ്. എക്സൽ എന്താണ്? DOCX. എക്സൽ എന്താണ്? XLSX ആണ്. ദെൻ ഡോക്ക് DOCX ആണ് ഡോക്ക്. എക്സ് എന്താണ്? എക്സ്റ്റൻഷൻ ഫയൽസ് ആണ് അല്ലേ? അത് മൈക്രോസോഫ്റ്റ് 2007 പ്രത്യേകതയാണ് XLSX എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് യു ടു എൻറ്റർ പ്രിഡിക്റ്റബിൾ സീരീസ് ഓർ പാറ്റേൺ ഓഫ് ഡേറ്റ ഇൻ എ സെൽ. എന്തു പറയുക? ദ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് യു ടു എൻറ്റർ പ്രിഡിക്റ്റബിൾ സീരീസ് ഓർ പാറ്റേൺ ഓഫ് ഡേറ്റ ഇൻ എ സെൽ ഈസ്. ഇതിനെന്ത് പറയും? എന്താണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്ന സാധനം ഓട്ടോമാറ്റിക്കലി താഴെ നമുക്ക് മീൻസ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതിന് പറയുന്ന ആ ഫ്യൂച്ചറിനെ പറയുന്ന പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ ഫ്യൂച്ചറിന് പറയുന്ന പേര്? ഓപ്ഷൻ എ എഡിറ്റ്, ഓപ്ഷൻ ബി ഫോർമുല, ഓപ്ഷൻ സി ഓട്ടോഫിൽ ആൻഡ് ഓപ്ഷൻ ഡി ഓട്ടോ കറക്റ്റ്. ഇതിൽ ഏതായിരിക്കും? എഡിറ്റ് ആണോ? നമ്മൾ സെൽ എഡിറ്റ് ചെയ്യണോ ചെയ്യുന്നത്? നമ്മളൊരു ഫ്യൂച്ചറാണ് മാറ്റം നമുക്ക് എന്ത് ചെയ്യുക? ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സീരീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എഡിറ്റ് ആണോ? അല്ല. ഫോർമുല എന്താ? അത് പ്രത്യേകം നമ്മൾ ടൈപ്പ് ചെയ്ത് എടുക്കുന്നതാണല്ലേ. ദെൻ ഓട്ടോ ഫിൽ ഉണ്ട്, ഓട്ടോ കറക്റ്റ് ഉണ്ട്. ഓട്ടോ കറക്റ്റ് എന്താണ്? വേർഡ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ ഓട്ടോ ഫില്ലാണ്. ഓട്ടോ ഫില്ല് എന്താണ്? നമ്മുടെ ആൻസർ ആണല്ലേ. കാര്യം എന്താണ്? ഓട്ടോ ഫിൽ ഈസ് അവർ ആൻസർ. ബിക്കോസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 1ഉം 2 എഴുതി. ഇത് രണ്ടും നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ഫിൽ ഹാൻഡ് വെച്ച് ഡ്രാഗ് ചെയ്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോ ഫിൽ നമ്മളൊരു സെറ്റ് ഓഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? അത് ഫില്ലായിട്ട് നമുക്ക് കിട്ടത്തില്ലേ? സോ ഓട്ടോ ഫിൽ എന്ന് പറയുന്നതാണ് എന്താണ്? എൻ്റർ പ്രിഡിക്റ്റബിൾ സീരീസ് ഓർ പാറ്റേൺ എൻ്റർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അതെന്ത് പറയുന്നത്? ഓട്ടോ ഫിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ ഇൻവാലിഡ് ഡേറ്റ ടൈപ്പ് ഫ്രം ദ ഫോളോയിങ് എക്സൽ. ഇൻവാലിഡ് ഡേറ്റ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ നമ്പർ, ഓപ്ഷൻ ബി ഡേറ്റ് ആൻഡ് ടൈം, ഓപ്ഷൻ സി ലേബൽ ആൻഡ് ഓപ്ഷൻ ഡി ക്യാരക്ടർ. ഇതിൽ ഏതാണ് എക്സലിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്? ഏതാണ് ഇൻവാലിഡ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്? ഏതാണോ ഓർത്ത് നോക്കിയേ. ഓപ്ഷൻ എ നമ്പർ ഇല്ലേ എക്സലിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ? സോ ഇസ് ഇറ്റ് കറക്റ്റ്? ഇൻവാലിഡ് അല്ല, ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഓപ്ഷൻ ബി ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ എക്സലിൽ യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ട്. എക്സലിൽ നമ്മൾ ലേബൽ കൊടുക്കുന്നില്ലേ? ഉണ്ട്. സോ അവർ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ക്യാരക്ടർ. ഇൻവാലിഡ് ഡേറ്റ ടൈപ്പ് ഏതാണെടാ? ക്യാരക്ടർ ആണല്ലേ. ക്യാരക്ടർ നമ്മൾ എക്സലിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The slide view that helps to you rearrange slides quickly and easily. ഏത് വ്യൂവിലാണ്? എന്താണ്? The slide view that help you to rearrange slide quickly and easily. അപ്പോൾ ഏത് വ്യൂവിലാണ് നമുക്ക് ക്വിക്കായിട്ട് സ്ലൈഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അത് ഏത് വ്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വ്യൂ ആണ് ക്വസ്റ്റ്യൻ? ആൻസർ ഏതൊക്കെയാ നോക്കിയേ. സ്ലൈഡ് മാസ്റ്റർ, സ്ലൈഡ് സോർട്ടർ, ഓപ്ഷൻ സി നോർമൽ ആൻഡ് ഓപ്ഷൻ ഡി നോട്ട് പേജ് വ്യൂ. അപ്പോൾ ഇതിൽ എങ്ങനെയാ? സ്ലൈഡ് മാസ്റ്റർ എന്താ? അത് നമ്മൾ മാസ്റ്റർ സ്ലൈഡിൽ എന്ത് ഡിസൈനും തീം അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ദ ഹോൾ സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യും? ഹോൾ പ്രസന്റേഷൻ അത് ആപ്ലിക്കബിൾ ആവുന്നതാണ് സ്ലൈഡ് മാസ്റ്റർ. സ്ലൈഡ് സോർട്ടർ എന്താണ്? തംബ്നെയിൽ ഫോമിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്ലൈഡ് സോർട്ടർ. നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഫുൾ 3 ഭാഗവും സ്ലൈഡിന്റെ 3 ഭാഗവും ഒരുപോലെ കാണാൻ പറ്റുന്നതാണ്. എഡിറ്റ് അല്ലെങ്കിൽ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. നോട്ട് പേജ് എന്ന് പറയുന്നത് നോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിലേക്കായിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ ഏതാണെടാ? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് അല്ലേ. സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. ഇത് തംബ്നെയിൽ ഫോമിൽ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ സ്ലൈഡ് എവിടെ വേണമെന്ന് നമുക്ക് ക്വിക്ക് ആൻഡ് ഈസിലി അല്ലേ, ക്വിക്ക് ആൻഡ് ഈസിലി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ, സ്ലൈഡ്സ് അറേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വ്യൂ ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് വ്യൂ ആണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് അല്ലേ. സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് നമുക്ക് ക്വിക്ക് ആൻഡ് ഈസിലി ആയിട്ട് സ്ലൈഡ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The function key that helps to start the presentation from the beginning is.
യൂഷ്വൽ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, എത്ര തവണയും ആവർത്തിച്ച് വരുന്നുണ്ടല്ലേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി F4, ഓപ്ഷൻ സി F7 ആൻഡ് ഓപ്ഷൻ ഡി F5. ഏതാണടാ ആൻസർ എന്ന് പറയുന്നത്? ഇതൊക്കെ നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ പഠിക്കാൻ നിൽക്കരുത്. കാര്യം എന്താ, ഓൾറെഡി സെറ്റ് ആണ് ഇതെല്ലാം. പ്രത്യേകിച്ച് ഒരു സമയത്തിന്റെ ആവശ്യമുണ്ടോ? നമുക്കുണ്ടോ അതിന്റെ ആവശ്യം? ഇല്ല അല്ലേ. ഇതൊക്കെ ബൈ ഹാർട്ട് ആവേണ്ട ടൈം കഴിഞ്ഞു. ഓൾറെഡി ഞാൻ തന്നെ ഒരുപാട് തവണ ഓരോ കാര്യത്തിലായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലേ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി F5. കറണ്ട് സെല്ലാണെങ്കിൽ അപ്പൊ എന്താ, അതും പറഞ്ഞതാ. ഏതാണ്? ഷിഫ്റ്റ് F5 അല്ലേ. കറണ്ട് സെല്ലിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് F5 പ്രസ് ചെയ്താൽ കറണ്ട് സെല്ലിൽ നിന്ന് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസൈൻ സ്കീം ഓഫ് കളർ, ഫോണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് യു അപ്ലൈ ടു യുവർ സ്ലൈഡ് ഈസ് കോൾഡ്. ഇതിന് എന്ത് പറയും? ഡിസൈൻ സ്കീം ഓഫ് കളർ, ഫോണ്ട്, നമ്മൾ ഡിസൈൻ സ്കീം ഓഫ് കളർ ഡിസൈൻ ചെയ്യുന്ന, പിന്നെ ഫോണ്ട്, ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് യു അപ്ലൈ ഓൺ യുവർ സ്ലൈഡ് ഈസ് കോൾഡ്. ഇതൊക്കെ നമ്മൾ സ്ലൈഡിൽ അപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ലേ ഔട്ട്, ഓപ്ഷൻ ബി പാറ്റേൺ, ഓപ്ഷൻ സി തീം ആൻഡ് ഓപ്ഷൻ ഡി വ്യൂ. അപ്പൊ ഏതാണ് ഇതിനെ പറയുന്ന പേരെന്താണ്? ഇത് കളർ അല്ലെങ്കിൽ ഡിസൈൻസ് ഓഫ് കളറും ഫോണ്ടും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു സ്ലൈഡിനെ കൊടുത്താൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? ഇതെല്ലാം കൂടെ എന്തെന്ന് പറയും? ഇതൊരു തീമാണല്ലേ. തീം. നമ്മളെ തീം എന്താന്ന് ചോദിക്കൂല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ട് പറയുന്ന ആൻസർ. അപ്പൊ സോ അവർ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? തീമാണ്. ഡിസൈൻ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫോണ്ട് എഫക്ട്സ് എല്ലാം കൂടെ വന്നാൽ നമുക്ക് അത് എന്തെന്ന് പറയും? തീം എന്ന് പറയും. അത് ക്ലിയർ ആണ്. ഇത് നമുക്ക് ഒരുപാട് തവണ നമ്മൾ തീമും കളറും ഡിസൈൻ പാറ്റേൺസ് ഒക്കെ പറഞ്ഞത് തന്നെയാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം കാണുക, നന്നായിട്ട് പഠിക്കുക. വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ.